Let's make your chinks in a no maida whole wheat noodles കൊടല് കരിഞ്ഞിട്ട് അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ കലം നിറച്ച് 3 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഇതിനകത്ത് നൂഡിൽസ് വേവിക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു സ്ട്രോബെറി ബ്രേക്ക് എടുത്തു. അത് തിളച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലത്തെ ബ്രൗൺ കളറിന്റെ രൂപമാണ് പുറകിൽ ചെന്നൈ എക്സ്പ്രസ് സിനിമ കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ബോധത്തിലെ 2 കട്ട അങ്ങോട്ട് ഇട്ടേൻ ഗസ് വാട്ട് ഇതിന്റെ കൂടെ മസാല അവൈലബിൾ അല്ലായിരുന്നു. 5 to 7 minutes വെക്കാൻ പറഞ്ഞു. 6 minutes വരെ അതിനെ ബോയിലിംഗ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ വലിയൊരു വെജിറ്റബിൾ കട്ടിങ് യുദ്ധം ചെയ്യാൻ പോകണം. അപ്പം ഞാൻ ക്യാരറ്റ് ഇടുന്നുണ്ട്, 2 തരം ക്യാപ്സിക്കം ഇടുന്നുണ്ട്, എന്നിട്ട് ഞാൻ ക്യാബേജ് എടുക്കുന്നുണ്ട്, മഷ്റൂംസ് എടുക്കുന്നുണ്ട്, ഓണിയൻ എടുക്കുന്നുണ്ട്, പിന്നെ ബീൻസ് ആൻഡ് പനീറും ഉണ്ട്. ലുക്ക് അറ്റ് മൈ കളർഫുൾ വെജീസ് പ്ലേറ്റ്. അപ്പോഴത്തേക്ക് നൂഡിൽസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ വലിയൊരു അരിപ്പയിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം തന്നെ ഞാൻ തണുത്ത വെള്ളം അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടെ. 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം കൂടെ കളഞ്ഞിട്ട് നൂഡിൽസ് അവിടെ ഏത് ഓയിൽ ആഡ് ചെയ്യണം ഞാൻ കൺഫ്യൂസ് ആയി. അപ്പോൾ സെസമി ഓയിൽ ആൻഡ് ഒലീവ് ഓയിൽ രണ്ടും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ സവാള ഇട്ടിട്ട് അതിന്റെ പച്ചമണം പോണ വരെ പതുക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പച്ചമണം ഭയങ്കരമായിട്ട് പോയിട്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവരുത്, കുറച്ച് പച്ചയായിട്ട് ഇരിക്കണം, കുറച്ച് ക്രഞ്ചി ആയിട്ട് ഇരിക്കണം. എന്നിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി. എന്നിട്ട് മഷ്റൂംസ് ആദ്യം ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എന്നിട്ട് പനീറിനെ ഒറ്റപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള വെജീസ് ഇല്ല അതിന്റെ ചുറ്റുള്ളത് അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഹെൽത്തി ആവാൻ പോയിരുന്ന പാവ നൂഡിൽസിനെ ഞാൻ പറ്റിച്ചു കണ്ടിക്കണ്ട എല്ലാ സോസുകളും ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് വേവിക്കണില്ല കേട്ടോ. കാരണം എനിക്ക് വെജീസ് കുറച്ച് പച്ചയായിട്ടിരിക്കണം, എന്നാലും നല്ലൊരു ക്രഞ്ച് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കുടുംബനാന പാക്കറ്റിൽ മസാല കിട്ടാത്ത നൂഡിൽസിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു നൂഡിൽസിന് മസാല മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് നമ്മുടെ നൂഡിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കാൻ പറ്റണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടിരിക്കണ പാവ നൂഡിൽസ് ഞാൻ ആട്ട കുഴക്കണ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ആക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ഷെഫ് കളിച്ചു. 2 സ്പൂൺ 2 കയ്യിൽ യൂസ് ചെയ്ത് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആക്കി. ലാസ്റ്റിൽ നമ്മുടെ പനീർ അവിടെ ഒറ്റപ്പെട്ടിരിപ്പുണ്ടായിരുന്നില്ല, യെസ് അതിനങ്ങടെ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി. സോ ദാറ്റ് പനീർമേ കുറച്ച് മസാല പിടിക്കണമല്ലോ. ബൗളിലോട്ട് സെർവ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് സ്ഥലം കാലിയായി. അങ്ങനെ വീണ്ടും നമുക്ക് ചീഞ്ചട്ടിയിലോട്ട് നൂഡിൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാൽ ടേസ്റ്റ് ടൈം. ഗൈസ് ദിസ് ഇസ് റിയലി ഗുഡ്. വെച്ചാൽ ഞാൻ പണ്ട് മില്ലറ്റ് നൂഡിൽസ് കുറെ കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ടേസ്റ്റും. ബട്ട് ഗസ് വാട്ട്, കെച്ചപ്പ് ഇല്ലാണ്ട് എനിക്കിത് ഇറങ്ങൂല. സോ ഗസ് നമ്മളൊരു പാവം മൈദ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ ആഡ് ചെയ്തും കൊണ്ട് ഇതിനെ മഹാ ഹെൽത്തി ആക്കിയിട്ടുണ്ടല്ലേ. എന്തായാലും ടേസ്റ്റിയാണ്. ഇതിനെ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം.